എല്ലാ പ്രേക്ഷകർക്കും അഷ്റഫ് ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ സ്നേഹത്തിൻ്റെ ആഴം അറിയുന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് 2 ഫയലുകളാണ്. അതിൽ ഇഷ്ടമുള്ളൊന്ന് തിരഞ്ഞെടുക്കുക. അതിനുശേഷം വീഡിയോ തുറന്ന് കാണുക. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്നാമത്തെ ഫയലായ കർഷകൻ്റെ ഫയലാണ് നാം നോക്കുന്നത്. നിങ്ങളോട് ആ വ്യക്തിക്കുള്ള സ്നേഹം എങ്ങനെയുള്ളതാണെന്നുള്ള ചോദ്യത്തിന് ഏറ്റവും ഉദാത്തമായ, ഏറ്റവും ആത്മാർത്ഥതയുള്ള സ്നേഹം തന്നെയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാകണമെന്നും നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കണമെന്നും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നൊരു വ്യക്തി, നിങ്ങളെ സംബന്ധിച്ച് ഏത് പ്രതികൂല സാഹചര്യം ഉണ്ടെങ്കിലും, ഏത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിനെയൊക്കെ അതിജീവിച്ച് നിങ്ങളോടൊത്ത് നിന്ന് ജീവിതത്തിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു. ആ വ്യക്തിയെ സംബന്ധിച്ച് ഒരിക്കലും ആത്മാർത്ഥതയില്ലാത്തൊരു സമീപനം ഒരിക്കലും നിങ്ങളോട് കാണിക്കില്ല. ആത്മാർത്ഥതയില്ലാത്ത സമീപനം നിങ്ങളോട് കാണിക്കുകയോ നിങ്ങളുമായി ബന്ധപ്പെട്ട ആത്മാർത്ഥതയില്ലാത്ത സമീപനങ്ങൾ പറയുകയോ ചെയ്യില്ല. എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്തുകൊണ്ട്, എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ജീവിതത്തിൽ പോസിറ്റീവായിട്ട് പോകുന്നൊരു വ്യക്തി, പോസിറ്റീവായിട്ട് കാര്യങ്ങളെ ഉൾക്കൊള്ളുന്നൊരു വ്യക്തി. ഒരുപാട് ജീവിതഗന്ധിയായ സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട്, ഒരുപാട് ജീവിതഗന്ധിയായ നിമിഷങ്ങളുണ്ടായിട്ടുണ്ട്. അതിലെല്ലാം മുറുകെ പിടിച്ചുകൊണ്ട്, അതിലെല്ലാം പോസിറ്റിവിറ്റി കാത്തു സൂക്ഷിച്ചുകൊണ്ടുള്ളൊരു വ്യക്തിയാണ്. ജീവിതത്തിൽ നിങ്ങൾക്ക് കണ്ണടച്ച് വിശ്വസിക്കാൻ കഴിയുന്നൊരു വ്യക്തിയാണ്. ആ വ്യക്തിയുടെ സ്നേഹം എന്ന് പറയുന്നത് നിങ്ങളുടെ മുന്നേറ്റമാണ്, നിങ്ങളുടെ വിജയമാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരാജയം സംഭവിച്ചാൽ, നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതിസന്ധി ഉണ്ടായാൽ അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് ശക്തമായിട്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് ആ വ്യക്തിയുടെ പിന്തുണയുണ്ടാകും. ആ വ്യക്തി ഏറ്റവും തീക്ഷ്ണമായി, ഏറ്റവും ആത്മാർത്ഥതയോടുകൂടിയാണ് നിങ്ങളെ സ്നേഹിക്കുന്നത്. നിങ്ങളെ സ്നേഹിക്കാൻ കിട്ടുന്ന ഒരവസരം പോലും ആ വ്യക്തി വിനിയോഗിക്കാതിരിക്കില്ല. കാരണം ആ വ്യക്തി അത്രത്തോളം നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിലെ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിങ്ങൾക്കൊപ്പം നിലപാടെടുത്ത് നിലനിൽക്കാൻ ആ വ്യക്തി ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾ പ്രതിസന്ധി ഘട്ടത്താൽ വലിയ തരത്തിലുള്ള ദുഃഖത്താൽ നിന്നപ്പോൾ പോലും നിങ്ങളെ സംരക്ഷിക്കുന്ന നിലപാടാണ് ആ വ്യക്തി സ്വീകരിച്ചിട്ടുള്ളത്. മറ്റുള്ളവർ നിങ്ങളുടെ ദയനീയ സ്ഥിതി മുതലെടുക്കാൻ ശ്രമിച്ചപ്പോൾ ആ വ്യക്തി നിങ്ങളുടെ ഹൃദയത്തോട് തൊട്ട് ചേർന്ന് നിന്ന് നിങ്ങളെ സാന്ത്വനിപ്പിക്കുകയാണ് ചെയ്തത്. അത് ഒരിടത്തും കിട്ടാത്തതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ശക്തി മനസ്സറിഞ്ഞ് നൽകിയതാണ് ആ വ്യക്തിയെ. ആ സ്നേഹത്തിൻ്റെ ആഴം വലുതാണ്. അടുത്തതായിട്ട് 2ാമത്തെ ഫയല് സ്വീകരിച്ച ഒരു റീഡിങ്ങാണ്. നിങ്ങളെക്കുറിച്ച് ഇനിയും മനസ്സിലാക്കാത്തൊരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി. പലപ്പോഴും നിങ്ങളുടെ വ്യക്തിക്ക് നാളിതുവരെയും ഒരുപാട് തെറ്റിദ്ധാരണകളാണ് ഉണ്ടായത്. നിങ്ങളെ തെറ്റിദ്ധരിക്കുന്ന ഒരു മനസ്സാ വ്യക്തിക്കുണ്ടായി. നിങ്ങളെ ശരിയായ രീതിയിൽ മനസ്സിലാക്കുന്നതിനോ നിങ്ങളെ ശരിയായ രീതിയിൽ ഉൾക്കൊള്ളുന്നതിനൊന്നും ആ വ്യക്തിക്ക് കഴിഞ്ഞിരുന്നില്ല. അതിനൊരുപാട് സംഭവങ്ങളുണ്ട്. നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തെ തകർക്കാൻ ആഗ്രഹിച്ച ചിലരുണ്ട്. അവർ നിങ്ങൾക്ക് അനുകൂലമായൊരു നിലപാട് ഒരിടത്തും സ്വീകരിച്ചില്ല. അവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ പെരുമാറാനോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നിലപാടെടുക്കാനോ ശ്രമിച്ചില്ല. ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങൾ തരണം ചെയ്തുകൊണ്ട് വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാനാണ് നിങ്ങൾ ആഗ്രഹിച്ചത്. നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഹൃദയ തുല്യം മനസ്സിലാക്കണമെന്ന് നിങ്ങൾക്ക് ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു. പല ഘട്ടങ്ങളിലും ആ വ്യക്തി നിങ്ങളെ മനസ്സിലാക്കാത്തത് മൂലം നിങ്ങൾക്ക് മനോവിഷമമുണ്ടായി. നിങ്ങളൊരു കാര്യം പറഞ്ഞാൽ അതിനെ തെറ്റിദ്ധരിച്ച് മറുപടി പറയുന്ന ഒരു സ്വഭാവം നിങ്ങളുടെ വ്യക്തിക്കുണ്ടായിരുന്നു. അതിനെ കളിയാക്കിയും നിങ്ങളുടെ സതുദ്ദേശത്തെ കാണാതെയും എല്ലാത്തിലും ദുഷ്ടലാക്കോട് കൂടിയാണ് നിങ്ങൾ പ്രവർത്തിച്ചതെന്ന് ആരോപിക്കുകയൊക്കെ ചെയ്യുന്ന ഒരുപാട് സാഹചര്യങ്ങളുണ്ടായിരുന്നു. പലപ്പോഴും ആ വ്യക്തിയെ നിങ്ങളിൽ നിന്ന് അകറ്റാൻ വേണ്ടി ശ്രമിക്കുന്നവർ ഉണ്ടാക്കിയെടുത്ത നാടകങ്ങളാണവ. നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ സമയം കൊടുക്കാതെ, നിങ്ങളുടെ വ്യക്തിക്ക് കൃത്യമായൊരു നിലപാടെടുക്കാൻ സമയം കൊടുക്കാതെ ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ തെറ്റിദ്ധാരണകളിൽ നിന്നൊക്കെ നിങ്ങൾക്ക്
വളരെ പോസിറ്റീവായിട്ട് ഉയർന്നു പോരാൻ കഴിഞ്ഞത് നിങ്ങളുടെ നിലപാടുകളാണ്. പക്ഷേ നിങ്ങൾ കാത്തിരുന്നു ആ വ്യക്തിക്ക് വേണ്ടി. കാരണം നിങ്ങൾക്ക് ആ വ്യക്തി ഒരുപാട് ഇഷ്ടമായിരുന്നു. നിങ്ങൾ പ്രാർത്ഥിച്ചു നിങ്ങളുടെ ശക്തിയോട്, എൻ്റെ വ്യക്തി എന്നെങ്കിലും എൻ്റെ മനസ്സൊന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ, എൻ്റെ വ്യക്തി എന്നെ ഒന്ന് നിലപാടിൽ മനസ്സിലാക്കിയിരുന്നെങ്കിൽ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ആലോചിക്കുകയും ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ തേടുകയൊക്കെ ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ ആ വ്യക്തിക്ക് നിങ്ങളോട് താല്പര്യം തോന്നിയിരിക്കുന്നു. ആ വ്യക്തി നിങ്ങളുടെ സത്യാവസ്ഥ അറിയാനിപ്പോൾ ആഗ്രഹിക്കുന്നു, അറിയാൻ ശ്രമിക്കുന്നു. അത് നിങ്ങളുടെ വിജയമാണ്. കാരണം ആ വ്യക്തിക്ക് തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കിയെടുത്ത ആളുകളെ ആ വ്യക്തി ഇപ്പോൾ അവിശ്വസിക്കുകയാണ്. ഇപ്പോൾ നിങ്ങളിലേക്ക് കൂടുതൽ ഇറങ്ങി വരാൻ ആ വ്യക്തി തുനിയുന്നു. നിങ്ങളുടെ മനസ്സറിയാൻ ആ വ്യക്തി വെമ്പൽ കൊള്ളുന്നു. കാരണം ആ വ്യക്തി ഒരു കുറ്റബോധത്തോടു കൂടിയാണ് ഇപ്പോൾ നിങ്ങളെ സമീപിക്കുന്നത്. കാരണം ഞാൻ മറ്റുള്ളവരുടെ വാക്ക് കേട്ട് എൻ്റെ വ്യക്തിയെ, എന്നെ ആത്മാർത്ഥമായി സ്നേഹിച്ച വ്യക്തിയെ ഒരുപാട് ഉപദ്രവിച്ചു അല്ലെങ്കിൽ വിഷമിപ്പിച്ചു എന്ന മനസ്സ് അവർക്കുണ്ട്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.